സാധാരണക്കാർക്ക് ഗുണകരമാകേണ്ട കേന്ദ്ര സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി വകമാറ്റി ചിലവിട്ടെന്ന ഗുരുതര ആരോപണവുമായി ബി.ജെ.പി. തൊഴിലാളി വർഗത്തിന് പ്രയോജനപ്പെടേണ്ട 2899.35 കോടി രൂപയും 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ലഭിക്കേണ്ട ഹെൽത്ത് കാർഡും വി ശിവൻകുട്ടി അട്ടിമറിച്ചു. തീരദേശ നിവാസികൾക്കായി നൽകിയ കോടികളും വകമാറ്റി ചിലവാക്കി. സംസ്ഥാനത്ത് നിരവധി വികസനങ്ങൾ നടത്തിയെന്ന് നാഴികയ്ക്ക് 40 വട്ടം വീമ്പ് പറച്ചിൽ നടത്തുന്ന ഇടതുപക്ഷത്തിനും ശിവൻകുട്ടിയോടുമാണ് വസ്തുതകൾ നിരത്തിക്കൊണ്ട് ബി.ജെ.പി. ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നേമമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടി തൊഴിലാളി വർഗത്തിന്റെ വികസനത്തിനായി കേന്ദ്രം നൽകിയ 2899.35 കോടി രൂപ അട്ടിമറിച്ചതിൽ തൊഴിലാളി വർഗത്തിനോട് മാപ്പ് പറയണമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞു. തൊഴിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് 2899.35 കോടി രൂപ വകമാറ്റി ചിലവഴിച്ചതായിട്ട് ഞങ്ങൾക്ക് 18/3/2026 കിട്ടിയ വിവരാവകാശ രേഖ പ്രകാരം ശിവൻകുട്ടി പാവപ്പെട്ട തൊഴിലാളികളുടെ ലഭിച്ച 2899.35 കോടി രൂപ വകമാറ്റി ചെലവഴിച്ച് തൊഴിലാളി ദ്രോഹിയാണ് താങ്കൾ. തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി തൊഴിൽ വകുപ്പ് മന്ത്രിയല്ല, തൊഴിലാളി ദ്രോഹ മന്ത്രിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. തീരദേശ വികസനത്തിനായും കേന്ദ്ര സർക്കാർ നൽകിയ കോടികൾ സംസ്ഥാന സർക്കാർ വകമാറ്റി ചിലവഴിച്ചുവെന്നും അഡ്വക്കേറ്റ് S. സുരേഷ് വിമർശിച്ചു. വിവിധ ഹാർബറുകളുടെ വികസനത്തിനായി നൽകിയ 1195.19 കോടി രൂപയിൽ 117 കോടി രൂപ മുതലപ്പുഴി ഹാർബറിന് അനുവദിച്ചുവെങ്കിലും മുതലപ്പുഴിക്കായി ഒന്നും നടപ്പായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ വിവിധ ഫിഷിംഗ് ഹാർബറുകൾക്ക് വേണ്ടി അനുവദിച്ച 1195.19 കോടി രൂപ, ഇതിൽ 177 കോടി രൂപ തിരുവനന്തപുരത്തെ മുതലപ്പുഴി ഹാർബറിന് വേണ്ടി അനുവദിച്ചതാണ്. അത് അനുവദിച്ചതിന് ശേഷം ഇന്നും അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അപകടമുണ്ടാകുന്നു. അതുപോലെ തന്നെ മുതലപ്പുഴി ഹാർബറിനെ സംരക്ഷിക്കാനും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കാനും ഈ സർക്കാർ സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. കേരള ഓട്ടോമൊബൈൽസ് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഫണ്ട് അട്ടിമറിച്ചുവെന്നും മേയർ വി രാജേഷ് കണക്കുകൾ നിരത്തിക്കൊണ്ട് വ്യക്തമാക്കി. KAL വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കേരളത്തിൻ്റെ തദ്ദേശ ഉൽപ്പന്നം നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഫലം എന്നൊക്കെ പറഞ്ഞാണ് KALൻ്റെ ഓട്ടോറിക്ഷകൾ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കോർപ്പറേഷനിൽ നിന്ന് തന്നെ ഈ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ അവിടേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ പ്രകാരം ആകെ അവിടെ നിന്ന് നിർമ്മിച്ചത് 452 ഓട്ടോറിക്ഷകളാണ്. അതോടുകൂടി അത് പൂട്ടുകയും ചെയ്തു. ആ സ്ഥാപനം നിർമ്മിച്ച ചിലവില്ലാതെ നടന്ന ഒരു ഓട്ടോറിക്ഷ, ആ സ്ഥാപനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ സമയത്ത് കോർപ്പറേഷൻ്റെ ഫണ്ട് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് ആ ഓട്ടോ വാങ്ങി കോർപ്പറേഷനിലെ ആൾക്കാരുടെ മുകളിൽ കെട്ടിവെക്കുകയായിരുന്നു. ഈ ഓട്ടോറിക്ഷകൾ ഒരെണ്ണം പോലും ഇപ്പോൾ ഓടുന്നില്ല. അതിനെയാണ് കേരളത്തിലെ വലിയൊരു വ്യവസായ സംരംഭം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന് ഒരു ഓട്ടോറിക്ഷയെങ്കിലും KAL ഇതിപ്പോൾ നിർമ്മിച്ച് പുറത്തിറക്കുന്നുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ശിവൻകുട്ടി വ്യക്തമാക്കണം. വസ്തുനിഷ്ഠമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ 7 ചോദ്യങ്ങളാണ് ബി.ജെ.പി. ഉന്നയിച്ചത്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയാൽ വി ശിവൻകുട്ടിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും നേമമണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ സംവാദത്തിന് തയ്യാറാകുമെന്നും വാർത്താസമ്മേളനത്തിൽ ഇരുവരും അറിയിച്ചു. ജനം, തിരുവനന്തപുരം.